നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ കറിയാണ്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. നമ്മുടെ ചെറുപയർ കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്, ഞാൻ അരക്കപ്പ് ചെറുപയർ എടുത്ത് ചൂടാക്കി ഇതൊന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താണ് ഇത് നമുക്ക് കുക്കറിലിട്ട് വേവിക്കണത്. അതുപോലെ 1.5 കപ്പ് തേങ്ങ ചെറുതായിട്ട് ചുരണ്ടിയെടുത്തു, 3 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, ഉപ്പ് ആവശ്യത്തിന്, ഒരു 3 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 1/2 ടീസ്പൂൺ ചുവന്ന മുളക് പൊടിയാണ്, പിന്നെ 2 പച്ചമുളക്, കറിവേപ്പില, 3 വറ്റൽമുളക്, കടുക്, വെളിച്ചെണ്ണ ആവശ്യത്തിന്. ആദ്യമായിട്ട് നമുക്ക് ഇതൊന്ന് കഴുകി പച്ചമുളകും കൂടി ചേർത്ത് നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് സ്റ്റൗ കത്തിച്ച് നമ്മുടെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചെറുപയർ നമ്മൾ ക്രഷ് ചെയ്തെടുത്ത് വേവുന്നതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തിൽ ഉപ്പും നമ്മുടെ പച്ചമുളകും കൂടി ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇത് നമ്മൾ അടച്ച് വെച്ച് ഒരു വിസിൽ വന്നതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് വേവിക്കാം. നമ്മുടെ പരിപ്പ് വേകുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ അരപ്പ് എടുത്ത് വെക്കാം. ഈ തേങ്ങയുടെ കുറച്ച് ഭാഗം നമുക്ക് മാറ്റി വെച്ച് കടുക് വറുക്കുന്നതിനെടുത്തിട്ട് ഒരു 2/3 ഭാഗം നമുക്ക് അരയ്ക്കാനെടുക്കാം. കുറച്ച് നമുക്ക് കടുക് വറുക്കുന്നതിന് വേണ്ടി വെക്കാം. അപ്പം 2/3 ഭാഗം നമ്മൾ അരയ്ക്കാനെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ജീരകം, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. പരിപ്പ് നമ്മൾ 10 മിനിറ്റ് ചെറുത് തീയിലിട്ട് വേവിച്ചതിന് ശേഷം നമുക്കൊന്ന് അതിൻ്റെ ആവി പോയിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്നു നോക്കാം. പരിപ്പ് വെന്തിട്ടുണ്ട്, നമുക്കൊന്ന് ഉടച്ചെടുക്കാം. നമ്മളിത് ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും മഞ്ഞളും ജീരകവും വെളുത്തുള്ളിയും കൂടെ അരച്ച് വെച്ചിരിക്കുന്നതാണ്. ആ പേസ്റ്റ് നമുക്ക് ഇതിനകത്തിലിട്ട് അതുകൂടി ചേർത്ത് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കാം. വെള്ളമൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ അടുപ്പിൽ വെച്ച് ചെറിയ തീയിൽ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം. തിളയ്ക്കാൻ പാടില്ല, ഒരല്പനേരം ഒന്ന് ഇളക്കി കൊടുക്കണം. പരിപ്പ് കറി നല്ലവണ്ണം ചൂടാകുന്നതിനും വരെ ഇളക്കണം. തിളയ്ക്കാൻ പാടില്ല, പക്ഷെ നല്ലവണ്ണം ചൂടാകണം. അതുവരെ നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ പരിപ്പ് കറി ചൂടായിട്ടുണ്ട്. ഇനി വാങ്ങി വെച്ചിട്ട് നമുക്ക് കടുക് വറുത്ത് ചേർക്കാം. എണ്ണ ചൂടായി വന്നിട്ട് നമ്മൾ കടുക് ഇട്ടതിന് ശേഷം കടുക് പൊട്ടി വന്നതിന് ശേഷം ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില, ഇത് മൂന്നും കൂടെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഒരു പകുതി ഉള്ളി മൂക്കുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങയുടെ ഇതിലേക്ക് ഇടാം. ഇത് രണ്ടും കൂടെ നല്ലവണ്ണം ചുമന്ന് വരുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇവിടെ തേങ്ങ ഉള്ളി എല്ലാം കൂടെ മൂത്ത് വന്ന് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരല്പം മുളക് പൊടി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നു, അതിലിട്ട് നമുക്കൊന്ന് തീരെ കുറച്ച് വെച്ചിട്ട് വേണം, അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മൾ ഈ വറുത്ത് വെച്ചെല്ലാം കൂടെ കറിക്കകത്തേക്ക് മിക്സ് ചെയ്യാം. നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്.